ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെവൻസ് കിച്ചൻ. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വീറ്റ് ഓട്സ് ദോശയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കത് നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന അളവിൽ ഒരു 7-8 ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഓട്സിൻ്റെ അളവ് കൂട്ടണം. അപ്പോൾ ഞാൻ ഓട്സ് നന്നായി പൊടിച്ചിട്ടുണ്ട്. പരമാവധി ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ നോക്കുക. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ഓട്സാണ് എടുത്തത്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1:1 റേഷ്യോയിലാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ദോശ വേണം അപ്പോൾ അതിനനുസരിച്ച് അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1:1 റേഷ്യോയിൽ ഇത് രണ്ടും എടുക്കണം എന്നുള്ളൂ. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂണിന് കുറച്ച് കുറവായിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിൽ വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ദോശമാവിൻ്റെ ഒരു പരുവത്തിലായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നോർമൽ വാട്ടർ തന്നെ യൂസ് ചെയ്താൽ മതി. ഹോട്ട് വാട്ടർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ വാട്ടറിൽ തന്നെ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിലാക്കാം. നമ്മൾ ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ ഉണ്ടാക്കുന്നോ അപ്പം ഇട്ട് കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ. ഇനിയിപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ആ ഉണ്ടാക്കുന്ന സമയത്ത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദോശമാവിൻ്റെ പരുവാക്കിയിട്ട് നമ്മളിനി ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓട്സാണ് അത് ഇത്തിരി കട്ടി കൂടും. അപ്പോൾ ആ ടൈമിൽ ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായി ഇളക്കി നോക്കണം. നല്ലോണം മിക്സ് ചെയ്ത്, അപ്പോൾ കട്ടി ആവുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ. നമുക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ദോശമാവ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി നന്നായി ചൂടാവണം. ഒരു മീഡിയം ഹീറ്റിന് മുകളിലാവുമ്പോഴാണ് ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് നോർമൽ ദോശയുടെ അത്ര പോലെ ഒരുപാട് അങ്ങോട്ട് പരത്തില്ല, ചെറുതായിട്ടൊന്ന് പരത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കി ബാറ്റർ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം കുറച്ച് സ്പ്രെഡാവും, അത്ര മതി. ഇത്തിരി കട്ടിയിലെടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത്തിരി നന്നായി ഒന്ന് പരത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നെയ്യൊക്കെ ഇടുന്നവർക്ക് നെയ്യിടാം. ഞാനിപ്പോൾ അതൊന്നും ഇടണില്ല. നെയ്യോ ഓയിലോ ഒന്നും ഇടണില്ല. എനിക്ക് അതൊന്നും ഇല്ലാണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നെയ്യ് ഇടണം എന്നുള്ളവർക്ക് നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഇത്തിരി നല്ല ചൂടായിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പോളമൊന്നും വരില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഒരു സൈഡ് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് നമുക്ക് മറിച്ചിട്ട് കൂടി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത്ര എളുപ്പമാണ് നമ്മുടെ ദോശ ഉണ്ടാക്കാൻ. ഇൻസ്റ്റൻ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാക്കിയുള്ള ബാറ്റർ ഇതുപോലെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ദോശയ്ക്ക് കഴിക്കുന്ന പോലെ ചട്നിയോ ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും ഒപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഐറ്റമായിട്ട് കാണാം. അതുവരെ സ്മൈൽ ഓൾവേസ്, ടേക്ക് കെയർ, ബൈ ബൈ.